കോഴിക്കോട് മാവൂരിൽ സഹപാഠികൾക്ക് വീടൊരുക്കാൻ തട്ടുകട നടത്തുകയാണ് വിദ്യാർത്ഥികൾ. മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് കൂട്ടുകാരനൊരു വീട് നിർമ്മിച്ചു നൽകാൻ സ്കൂൾ കലോത്സവ ദിവസങ്ങളിൽ തട്ടുകട നടത്തി പണം കണ്ടെത്തിയത്. ഇവർക്ക് കൂട്ടായി രക്ഷിതാക്കളും അധ്യാപകരും കൂടി ഒന്നിച്ചത് വലിയൊരു സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പ് കൂടിയായി. വന്നോളി, തിന്നോളി, തന്നോളി, പൊയ്ക്കോളി. ഇതൊരു തമാശ പറച്ചിലോ ആരെയും ആകർഷിക്കാനുള്ള കച്ചവടക്കാരുടെ തന്ത്രമോ അല്ല. പകരം ഇതിലൂടെ ഒരുങ്ങുന്നത് തങ്ങളുടെ കൂട്ടുകാരന് ഒരു ഭവനമാണ്. മാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് കൂടെ പഠിക്കുന്ന വീടില്ലാത്ത കൂട്ടുകാരന് വീടൊരുങ്ങുന്നതിന് ഇങ്ങനെയൊരു തട്ടുകട ആരംഭിച്ചത്. സ്കൂളിലെ കലോത്സവ ദിവസങ്ങളിലാണ് തട്ടുകട നടത്തി പണം കണ്ടെത്തിയത്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിലുപരി ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കുട്ടിക്കിപ്പം വീടില്ല. അപ്പോൾ ആ വീട് വെച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ തട്ടുകട നിർമ്മിച്ചിരിക്കുന്നത്. ഈ തട്ടുകടയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുട്ടിയുടെ വീട് നിർമ്മിച്ചു കൊടുക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒരു ഭാഗത്ത് ഡാൻസും പാട്ടും മേളവും ഒപ്പനയും ഒക്കെ കത്തിക്കയറുമ്പോൾ മറ്റൊരു ഭാഗത്ത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി കൂട്ടുകാരന് വീടൊരുക്കാൻ പണം കണ്ടെത്തുകയായിരുന്നു ഈ NSS വോളണ്ടിയർമാർ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി വീടുകളാണ് മാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ഇങ്ങനെ പല സംരംഭങ്ങളും നടത്തി സ്നേഹഭവനം പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ വർഷം സ്കൂളിലെ വിദ്യാർത്ഥിക്ക് വേണ്ടി നിർമ്മിച്ച വീടിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കൂടിയാണ് ഇത്തവണ വീണ്ടും തട്ടുകട ഒരുക്കിയത്. ഞങ്ങളിത് മെയിനായിട്ട് ചെയ്യുന്നത് സ്നേഹഭവനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുണ്ട്. പിന്നെ എല്ലാവർക്കും ഇവിടെ ചെലവ് കുറച്ചിട്ട് ഞങ്ങൾ വരവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നെയ്ച്ചോറും കപ്പ ബിരിയാണിയും പാൽവാഴയ്ക്കും മറ്റ് വിവിധതരം പലഹാരങ്ങളും NSS വോളണ്ടിയർമാർ തട്ടുകടയിലൊരുക്കി. ഒരു ഭാഗത്ത് ഉപ്പിലിട്ടതിന്റെയും കുലുക്കി സർബത്തിന്റെയും നാരങ്ങ സോഡയുടെയും മിഠായികളുടെയും വിൽപ്പന എല്ലാം ഇവർ തന്നെയാണ് തയ്യാറാക്കിയത്. അധ്യാപകരും തങ്ങളാൽ കഴിയുന്ന പലഹാരങ്ങൾ തയ്യാറാക്കി നൽകി. കലോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിസരവാസികളും ഒക്കെ NSS വോളണ്ടിയർമാരുടെ ഉദ്ദേശശുദ്ധി അറിഞ്ഞ് എല്ലാ രുചി വൈവിധ്യങ്ങളും പരീക്ഷിച്ചു നോക്കാൻ തട്ടുകടയിലെത്തി. വിദ്യാർത്ഥികൾ തന്നെ ശേഖരിച്ചു വന്ന വിഭവങ്ങൾ അവർ തന്നെ ഒരുക്കിയിരിക്കുന്ന തട്ടുകടയിലൂടെ വിപണനം നടത്തിയാണ് നമ്മൾ ജനം സമ്മാനിക്കുന്നത്. സ്കൂളിലെ അവരുടെ ഒരു കൂട്ടുകാരന് വേണ്ടി കഴിഞ്ഞ വർഷം നിർമ്മാണം തുടങ്ങിയ ഈ വർഷം പൂർത്തിയാക്കാനാവാതെ വിപണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തട്ടുകട തുടങ്ങിയിട്ടുള്ളത്. കുട്ടികളോടൊപ്പം തന്നെ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്നപ്പോൾ തട്ടുകട വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. കൂട്ടുകാരനൊരു വീടൊരുങ്ങുന്നതിലൂടെ ഇവരുടെ ഈ മാതൃക മറ്റുള്ളവരും ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാണ് ഈ വിദ്യാർത്ഥികൾക്കുള്ളത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.